ഇതാണ് എൻ്റെ സുഖമില്ലാത്ത കുട്ടിനെയും കൊണ്ട് ഒരു 1008 വട്ടം എനിക്ക് ബാത്റൂമിലേക്ക് വരണം. എൻ്റെ ബാത്റൂമിന്റെ അവസ്ഥ നോക്ക്. അടുക്കളയും ഒക്കെ മഴ വന്ന മൊത്തം വെള്ളമാണ്. ഇതാണ് എൻ്റെ സുഖമില്ലാത്ത കുട്ടിനെയും കൊണ്ട് ഒരു 1008 വട്ടം തൊടി, അപ്പുറത്തൊക്കെ മൊത്തം തൊടിയാണ്. എങ്ങനെ ഞാൻ എൻ്റെ കുട്ടീനെയും കൊണ്ട് ഞാൻ വരുന്ന അവസ്ഥയും കാര്യമൊക്കെ എന്നോട് ചോദിക്കണം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ തന്നെയാണ്. ഞാൻ ഈ രാത്രി നേരത്തെ എവിടെയാണ് എന്ന് നിങ്ങൾ എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി ഫസീലിന്റെ വീട്ടിലേക്കാണ്. കാരണം ഒരുപാട് നാളായി ഞാൻ അവളുടെ അടുത്തേക്ക് ഒന്ന് വന്നിട്ട് തന്നെ. അവളുടെ മോന്റെ ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വന്നു പോയതാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്കും കുറച്ച് വീട്ടിലെ കുറച്ച് പ്രശ്നങ്ങളും അതുപോലെ തന്നെ നമ്മുടെ കടയിൽ കുറച്ച് തിരക്കുകളും അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഫസീലയുടെ ഒരു വീഡിയോ ഞാൻ കാണാനിടയായി. അതായത് ഫസീലയ്ക്ക് വീടെന്ന സ്വപ്നമായിരുന്നു ഏറ്റവും കൂടുതൽ അവളുടെ കുടുംബവും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം വേറൊന്നുമല്ല, വലിയ മണിമാളിക വേണമെന്നൊന്നും ഇല്ല കേട്ടോ, അടച്ചുറപ്പുള്ള ഒരു വീട് വേണമെന്നേ അവർ ആഗ്രഹിച്ചിട്ടുള്ളൂ. പക്ഷെ അതിനെ മിസ്യൂസ് ചെയ്തുകൊണ്ട് കുറച്ച് ആളുകൾ ഇവളെ സമീപിക്കുകയും ഇവളിൽ നിന്ന് പൈസ വാങ്ങിക്കുകയും ചെയ്തിരിക്കുകയാണ്. ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു വേദന തോന്നി. കാരണം നിങ്ങൾക്ക് ആ ഒരു കാഴ്ച ഞാൻ കാണിച്ചു തരാം. അവളിരിക്കുന്ന വീടിന്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം. ഫസീലയാണ്, ഇതാണ് ഫസീല. അതന്നെയാ ഫസീലെ അറിയാത്ത ആൾക്കാർ ആരും ഉണ്ടാവില്ല എന്ന് പറഞ്ഞത് ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിരുന്നു ഫസീലിനെ കുറിച്ച്. അപ്പൊ ഇതാണ്ടോ ലൈറ്റ്, അവൾക്ക് ഭയങ്കര സങ്കടം. വീഡിയോ എടുക്കുമ്പോ ലൈറ്റ് ഇങ്ങനെ ഓഫായി പോവാണ്. കാരണം ലൂസ് കണക്ഷൻ ആണ് മൊത്തത്തില്. അത് കുഴപ്പമില്ല ഫസീല, അതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. വാ, പാമ്പ് വരെ ഇതെന്താ താഴെയൊക്കെ ഇങ്ങനെ വെച്ച്? അത് പാമ്പ് വരുന്നേനേ ഇതിന്റെ ഇടയിൽ കൂടെ പാമ്പ്, അരണ, കരിക്കുർണ ഒക്കെ അങ്ങനെയൊക്കെ വരുന്നുണ്ട്. കുഞ്ഞു മക്കളുള്ളതല്ലേ, ഒക്കെ ഒന്ന് അടച്ച് വെച്ചില്ല. ഇപ്പൊ 2-3 വട്ടായി പാമ്പും അതൊക്കെ വരുന്നത്. എന്റെ കണ്ണിൽ കണ്ടതുകൊണ്ട് എന്റെ കുട്ടികള് ചെറിയ മക്കളും പടച്ചവന്റെ കാവലിയാണ് ഞങ്ങൾ ഇരിക്കണത് തന്നെ. നല്ലൊരു കാറ്റ് ഇടിയും മഴയും പെയ്ത് എപ്പോഴാ തലയിൽ വീഴാന്നും കൂടി അറിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ ഞാന്. ഇതന്നെയാ ഞാന് എന്താ പറയാ, എനിക്ക് വീട് എന്ന് പറഞ്ഞിട്ട് ഞാൻ എങ്ങനെയെങ്കിലും എൻ്റെ ഈ കുഞ്ഞു മക്കളെയും കൊണ്ടൊന്ന് സ്വന്തമായിട്ടൊരു വലിയ കൊട്ടാരമാണെന്നൊന്നും ഇല്ല. എനിക്ക് ഒരു ചെറിയൊരു റൂം കിട്ടിയാൽ മതി സ്വന്തം എന്ന് പറഞ്ഞിട്ട്. ആരും ഇറക്കി വിടാണ്ടെങ്കിൽ നാളെ ഞാൻ മരിച്ചാലും എൻ്റെ മക്കൾക്കെങ്കിലും ഇരിക്കാലോ. എൻ്റെ സുഖമില്ലാത്ത കുട്ടിനെ ഞാനില്ല പറഞ്ഞാൽ ആരും ഇല്ല നോക്കാൻ, കുടുംബക്കാരില്ല, വീട്ടുകാരില്ല, ആരും ഇല്ല നോക്കാൻ. ഈ കൂടപ്പറപ്പുകളോ ഉള്ളൂ അതൾക്ക് നോക്കാൻ. അപ്പോൾ എവിടെയെങ്കിലും ഒരു ചാളയെങ്കിലും ചാള എനിക്ക് കിട്ടിയാൽ മതി എന്നുള്ള മോഹം കൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ചതിയിൽ ഞാൻ പോയി പെട്ടത്. എൻ്റെ പേര് ഫസീല എന്നാണ്. എനിക്ക് 4 കുട്ടികളാണ്, 3 പെണ്ണും ഒരാണും. അതിൽ 2 കുട്ടികൾക്ക് സുഖമില്ലാത്ത മക്കളാണ്. അപ്പൊ ഇരിക്കാനൊരു വീട് എന്നൊരു മോഹം കൊണ്ടാണ് ഞാനിപ്പോ എൻ്റെ വീടിന്റെ അവസ്ഥ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയില്ല എന്നെ എങ്ങനെയാ ആ ദുഷ്ടനിക്ക് പറ്റിക്കാൻ തോന്നിയെന്ന് എനിക്ക് അറിയില്ല. എൻ്റെ വീടിന്റെ അവസ്ഥ, എൻ്റെ മക്കളുടെ വെയ്യായി ഒക്കെ പാടെ മുതലെടുത്ത് തന്നെ പറയാ. നമ്മുടെ അടുത്തിരിക്കുന്ന ഒരു ഉമ്മ മുഖാന്തരമാണ് ഇങ്ങനെ 10 പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് കിട്ടിയ. എനിക്ക് ഈ മഴയത്ത് ഈ ഒരു തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ സുഖമില്ലാത്ത മോൾക്ക് മഴയും തണുപ്പൊക്കെ ആയ എപ്പോഴും വെയ്യായി, എനിക്കും എൻ്റെ മക്കൾക്കൊക്കെ വെയ്യായിയാണ്. അപ്പൊ ഈ അവസ്ഥയിൽ നിന്നൊന്ന് എനിക്ക് കരകയറാലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വീടെന്ന് സ്വപ്നം കൊണ്ട് ഞാൻ ആ കുഴിയിൽ പോയി ചാടിയത്. പ്രിയമുള്ളവരെ, ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഫസീലയെ സഹായിക്കണമെന്ന് ഞാൻ വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്. കാരണം അത്രയും ദയനീയാവസ്ഥയിലാണ് ഇവിടെ ഇവര് കഴിഞ്ഞു പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തന്നെ സങ്കടമായ നിമിഷമാണ്. കാരണം പച്ച മക്കളെയും കൊണ്ട് ഇവര് എങ്ങനെയാണ് ഇവിടെ കഴിയുന്നത് എനിക്കറിയില്ല. കാരണം അവർക്ക് അതിന് മാത്രമുള്ള സാമ്പത്തിക സ്ഥിതി അവരുടെ കയ്യിലില്ല, സാമ്പത്തിക ഭദ്രത അവരുടെ കയ്യിലില്ല. ഒരു ഓട്ടോ ഓടിച്ചിട്ടാണ് ഇവരുടെ കുടുംബം കഴിയുന്നത് തന്നെ. അത് മാത്രമല്ല, ഇവിടെ രാത്രി ഉറങ്ങുമ്പോൾ തന്നെ ഇതിന്റെ മുകളിൽ നിന്ന് ഈ തട്ടൊക്കെ ചെതല് പിടിച്ച് കിടക്കുകയാണ്. മഴ പെയ്തതിന് ഒരു ഇറ്റ വെള്ളം പുറത്തു പോകില്ല എന്നുള്ളത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഈ സൈഡിലൊക്കെ അവര് തുണികളും കുപ്പികളും ഒക്കെ വെച്ചിട്ട് അടച്ചു വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ദയവ് ചെയ്തിട്ട് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുകയാണ്. എൻ്റെ ഫ്രണ്ടും കൂടിയാണ്, എൻ്റെ കൂടെ പഠിച്ച എൻ്റെ കൂട്ടുകാരിയാണ്. എൻ്റെ കൂട്ടുകാരിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ എനിക്ക് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. എനിക്കാണെച്ചാൽ സാമ്പത്തികമായിട്ടൊന്നും ഇവിടെ സഹായിക്കാൻ കഴിയില്ല. പക്ഷെ ഒരു വീഡിയോ ആയിട്ടെങ്കിലും ഇവിടെ സഹായിക്കാൻ വേണ്ടി വിചാരിച്ചിട്ടാണ് ഞാനിപ്പോ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. എന്നെ സ്നേഹിക്കുന്ന, എന്നെ മനസ്സിലാക്കുന്ന എൻ്റെ യൂട്യൂബ് ഫാമിലി മെമ്പേഴ്സും അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന സുമനസ്സുകളായ നാട്ടുകാരും
ജനങ്ങളും ഒക്കെ ഇവരുടെ ഈ ഒരു കാര്യം ഏറ്റെടുക്കണമെന്ന് ഞാൻ വിനീതമായി ഞാൻ അപേക്ഷിക്കുകയാണ്. കാരണം ഞാൻ ഇവിടെ വന്ന് കണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വന്ന് കാണുകയോ അല്ലെങ്കിൽ എന്താണ് ഇവരുടെ അവസ്ഥ എന്നുള്ളത് നേരിട്ട് വന്ന് കാണുകയൊക്കെ ചെയ്യാട്ടോ. കാരണം ഇതിൽ ഒരു നുണയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് കാര്യങ്ങൾ. മക്കളൊക്കെ ഇവിടെ ഈ രാത്രി തന്നെ ഞാനിവിടെ ഓടിക്കതച്ച് തരാനുണ്ടെങ്കിൽ അതിന് മാത്രം ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഓടിയെത്തിയത്. കാരണം ഇനി ഒരു കനത്ത മഴ പെയ്താല് ഇവിടെ ഇവർക്ക് ഇരിക്കാൻ കഴിയില്ല. ഈ വീട്ടിൽ നിന്ന് ഇവരെ കൊണ്ട് ഇറങ്ങണമെന്ന് ഹൗസ് ഓണർ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവിടെ ഇത് തട്ടി ഇത് മൊത്തത്തിൽ പൊളിച്ചിട്ട് അവര് വേറെ എന്തോ ചെയ്യാൻ പോവാണ്. അപ്പൊ അതുകൊണ്ട് ഇവർക്ക് ഇനി ഇവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ട് വേറൊരു വാടക വീട്ടിലേക്ക് പോകാനേ ഇവർക്ക് കഴിയില്ല. അതിനുള്ള വഴിയുമില്ല. ദയവ് ചെയ്തിട്ട് ഈ വീഡിയോ ആരും കണ്ടില്ല എന്ന് നടിക്കരുത്. ഒരു അൽഫാം വാങ്ങിക്കുന്ന പൈസ അല്ലെങ്കിൽ ഒരു ജ്യൂസോ അതൊക്കെ വാങ്ങിക്കുന്ന പൈസ ഉണ്ടെങ്കിൽ ഈ മക്കൾക്കായില്ലേ, നമ്മുടെ മക്കളെ പോലത്തെ നിലയ്ക്ക് കാണുമ്പോൾ തന്നെ സങ്കടം വരികയാണ്. എന്റെ ശ്രീകുട്ടിനെ പോലെയും എന്റെ ഭദ്രനെ പോലെയൊക്കെയാണ് എനിക്ക് ഫീൽ ആവുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഈ ഒരു അപേക്ഷ തള്ളിക്കളയരുതെന്ന് വിനീതമായി ഞാൻ അപേക്ഷിക്കുകയാണ്.